ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതെൻ്റെ വീട്ടിലെ കോഴിക്കൂടാണ്. അപ്പോൾ നേരത്തെ കുറച്ചേറെ കോഴികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 5 കോഴികളെ നിർത്തിയിട്ടുണ്ട്. ഇത് പെടക്കോഴികളാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ മുട്ടയിടുന്നുണ്ട്. അപ്പോൾ പുതിയ കോഴികൾ തിരക്കി ചെന്നപ്പോഴത്തേക്കും കോഴികളെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ ആണെങ്കിൽ ഇവിടെ അടുത്തൊക്കെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഒത്തിരി സ്ഥലത്ത് തിരക്കി അവസാനം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്തുനിന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് 2 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഗിരിരാജ കോഴിയാകുമ്പോഴത്തേക്കും അത് നല്ലോണം തൂക്കം വയ്ക്കും. നമുക്ക് മുട്ടയിടാറാകുമ്പോൾ ഡെയിലി മുട്ടയും കിട്ടുന്നതാണ്. അപ്പോൾ ചാവക്കോഴിയൊക്കെ ആകുമ്പോൾ ഒരു 4-4.5 കിലോ ഒക്കെ വയ്ക്കും. പെടക്കോഴി ഒരു 3-3.5 കിലോ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഗിരിരാജ കോഴികളൊക്കെ തന്നെയും 2 മാസം പ്രായമുള്ള കോഴികളാണ്. അപ്പം വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ കോഴികളാണ്. കോഴികൾ നല്ല രീതിയിൽ വളർന്നു വന്ന് നന്നായിട്ട് മുട്ടയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല വായു സഞ്ചാരമുള്ള കൂടായിരിക്കണം നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഇത് ചുറ്റാകി നെറ്റുകളുള്ള ഒരു കൂടാണ്. അപ്പോൾ മഴ പെയ്ത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ കൂട് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി 4 സൈഡും കല്ല് വെച്ചിട്ട് പൊക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് കൂട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം മരപ്പൊടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം മരപ്പൊടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നനച്ചിട്ടാണ് ആദ്യം ഇട്ടത്. പൊടി രൂപേണയുള്ള മരപ്പൊടിയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പം നിറച്ച് പൊടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നനച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 1-2 ദിവസം ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയുള്ള കൂടായിരിക്കണം. അപ്പം മരപ്പടി ഇങ്ങനെ ഒരു ബെഡ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാലം ഇത് കേടാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പം കൂട്ടിൽ നിന്ന് സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ മരപ്പടി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു ബോട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചീണ്ടിയാലും ഒത്തിരിയൊന്നും പുറത്തൊന്നും പോകത്തില്ല. പിന്നെ ഈ കൂട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തണലുള്ള ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്ക് ഒത്തിരി വെയിലൊന്നും ഏക്കത്തുമില്ല. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ ഇതുപോലൊരു 1 ലിറ്റർ ബോട്ടിൽ കേരളയുടെ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് 10 രൂപയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൽ കോഴി വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഇതിൽ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം വെള്ളമൊന്നും പുറത്തും പോകത്തില്ല. ഈ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയാണ് കലക്കിയിരിക്കുന്നത്. പിന്നെ കോഴിക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കൊടുക്കേണ്ടത്. ഡെയിലി കുപ്പിയിലെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിയുന്നതാണ്. അപ്പോൾ ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി കലക്കി വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ അടപ്പ് വന്നിട്ട് ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 10 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. വെള്ളമൊന്നും കോഴി തട്ടിമറിച്ചിടുമെന്നൊന്നും വിചാരിക്കേണ്ട. അത് ഒരു കെട്ട് കമ്പി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനൊന്ന് ലൂസാക്കിയിട്ട് ഇതിനെടുത്തിട്ട് നമുക്ക് പിന്നെയും വെള്ളം തീരുമ്പോൾ ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ കോഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രവും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് അസോള പ്ലാന്റാണ്. ഇത് കോഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ വളർന്നു വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഇതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ്. വേഗം ഇത് വലുതായി വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി ദിവസം വെള്ളം കെട്ടിയിരുന്ന കൊതുകൊക്കെ വന്ന് മുട്ടയിടും. അപ്പോൾ ഇതിൽ ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ടേക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിനെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ കൊതുക് മുട്ടയിടാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. ഗപ്പി എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുകൊന്നും മുട്ടയിടില്ല. അപ്പോൾ ഇത് കോഴിക്ക് കൊടുക്കാവുന്നതാണ്. ഈ അസോള പ്ലാന്റ് കൊടുക്കുമ്പോഴത്തേക്കും കോഴിക്ക് വയറിന് അസുഖവും വരത്തില്ല. കോഴിക്ക് നല്ല തൂക്കം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അസോള എന്ന് പറയുന്നത്. കുറച്ച് വെള്ളത്തിൽ ഇതിനിട്ട് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് തന്നെ ഇത് പടർന്ന് വരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെള്ളം ചേഞ്ച് കൊടുക്കണം. ഒരു 7 ദിവസം മുന്നേ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കൊതുക് വിരിഞ്ഞ് പറക്കുന്നതാണ്. പിന്നെ ഈ കോഴിക്ക് കൊടുക്കുന്ന വേറൊരു ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പാത്രത്തിലിട്ട് നമുക്ക് കോഴിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടിൽ വളർത്തുന്ന കോഴി ആയതുകൊണ്ട് ഇത് പുറത്ത് ചീണ്ടുന്നതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുഴുക്കളൊക്കെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കോഴികളൊക്കെ തന്നെ നല്ല രീതിയിൽ വളരുന്നതാണ്.
അപ്പോൾ ഈ 2 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോവറാണ്. അപ്പോൾ ഈ ഗ്രോവറാണ് ഇനി മുട്ടയിടാറാകുന്നത് വരെ കൊടുക്കുന്നത്. അപ്പോൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ കോഴി നന്നായിട്ട് വളരും. അപ്പോൾ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രോവറാണ്. അപ്പോൾ ചോറ് കൊടുക്കുന്നില്ല, ഇനി എന്തായാലും 1 മാസം കൂടെ കഴിഞ്ഞിട്ടേ കുറച്ച് ചോറ് കൊടുത്തു തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രോവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിച്ചു വാരി കൂട്ടിലിടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഇതിനെ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അപ്പോഴപ്പോഴായി കൊടുത്താൽ മതി. കോഴി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഫുഡ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഒരുമിച്ച് എല്ലാം കൂടെ വാരി കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കൽ, നനയ്ക്കാണ്ട് ഇട്ട് കൊടുത്താൽ ഈ കോഴികളെല്ലാം തന്നെ ഇതിനെ ചവിട്ടി എല്ലാം ദൂരെ കളയുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്ത് കുതിർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കാം. ഇനി ഈ ഫുഡ് കോഴിയുടെ കൂട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രോവറൊക്കെ തന്നെ കോഴിയുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഈ കോഴിക്ക് അസോളം മാത്രമല്ല മറ്റു പച്ചിലകളൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടൊക്കെ കുറച്ച് നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ പ്രായത്തിൽ ഞാൻ ഈ കോഴിയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഈ ചെറിയ ഗിരിരാജ കോഴിയൊക്കെ ഞാൻ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണവും കെയറിങ്ങും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞ ശേഷം ചോറൊക്കെ കൊടുത്തു തുടങ്ങും. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്